നമസ്കാരം ചേട്ടാ. താങ്കൾ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ BJP മേയറാണ്. പരമ്പരാഗതമായിട്ട് കോൺഗ്രസും LDFും ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം. അവിടെ ഈ ഒരു മാൻഡേറ്റിനെ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യണത്? അത് കാലഘട്ടം മാറിയതനുസരിച്ചുള്ള ജനങ്ങളുടെ ഒരു വികാരമാണ് പ്രതിഫലിച്ചത്. ഒന്ന് ജനാധിപത്യത്തിൻ്റെ അന്തസത്ത വളരെ സജീവമായി ചർച്ച ചെയ്ത വർഷങ്ങളായിരുന്നു. ഞങ്ങൾ പ്രതിപക്ഷത്ത് ഉണ്ടായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതിപക്ഷത്ത് ഞങ്ങൾ ഉണ്ടായിരുന്ന 10 വർഷം. അത് 2020 മുതൽ 25 വരെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ജനജീവിതത്തിൽ ഏതൊക്കെ തരത്തിൽ ഇടപെടാം എന്നുള്ളതിനെ കുറിച്ചുള്ള റിസർച്ചായിരുന്നു ഞങ്ങൾ. അതോടൊപ്പം തന്നെ അതിൽ 45 വർഷമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന LDF, CPM നേതൃത്വത്തിലുള്ള LDF ജനങ്ങളോട് കാണിച്ചിട്ടുള്ള നീതി എത്രത്തോളമുണ്ട്. ആ റിസർച്ച് ഞങ്ങൾ ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, വലിയ അഴിമതി എന്നുള്ള വാക്കല്ല, തീവെട്ടിക്കൊള്ളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ലഭ്യമായ രേഖകളൊക്കെ വെച്ചുകൊണ്ട്, ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കിട്ടിയ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വളരെ സജീവമായി 5 വർഷം, ഞാൻ അടിവരായിട്ട് പറയുന്നു, 1-2 ദിവസമല്ല, 5 വർഷം ഞങ്ങൾ സജീവമായി ജനങ്ങളുടെ ഇടയിൽ ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വെച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൗൺസിലർമാരൊക്കെ, ഞങ്ങൾക്ക് 35 പേരുണ്ടായിരുന്നു. ഈ 35 പേരും ജനങ്ങളോടൊപ്പം ജീവിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഏതു തരത്തിലാണോ പൊതുപ്രവർത്തനവും ഭരണവും നടത്തിയത്, അത്രത്തോളം കഠിനാധ്വാനം ഞങ്ങൾ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചു. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വെച്ച മുദ്രാവാക്യം സ്വീകരിച്ചു. ഞങ്ങൾക്കൊരു അവസരം തന്നു. അതുതന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ലോക്കൽ ഗവർണേഴ്സിന്റെ ഒരു വോട്ട് കൊണ്ട്, ലോക്കൽ ഗവർണൻസ് എന്ന വേർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വോട്ട് കൊണ്ടൊരു വിജയമാണോ ഇതെന്നാണോ, അതോ ശരിക്കും ജനങ്ങളുടെ ഒരു സെന്റിമെന്റ്സ് മാറുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതായത് വോട്ട് പല രീതിയിലാണല്ലോ. ഇപ്പം 100 പേര് നമ്മൾ വോട്ടേഴ്സിനെ ഒരു സാമ്പിളായിട്ട് എടുത്താൽ, ചിലർ ഭരിക്കുന്നവരോടുള്ള എതിർപ്പായിരിക്കും, ചിലർക്ക് ഞങ്ങളുടുത്തെ സമരങ്ങളോടുള്ള ഒരു പ്രതിപത്തിയായിരിക്കാം, ചിലർക്ക് നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ മികവായിരിക്കാം. ഒരു പരിധിവരെ എല്ലാ പാർട്ടിയോടും പ്രത്യയശാസ്ത്രത്തിൽ ആകൃഷ്ടരായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം എല്ലാ സ്ഥലങ്ങളിലുണ്ട്, ഏറെയും കുറഞ്ഞുണ്ടാവും. ആ വോട്ട് മാറുകയില്ല. അപ്പോൾ അങ്ങനെ ചിലർ സാഹചര്യം അന്ന് രാവിലെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം വെച്ചിട്ടായിരിക്കാം. അപ്പോൾ ഇന്ന കാര്യം കൊണ്ടാ മാത്രമാണ് ഞങ്ങൾക്ക് വോട്ട് കിട്ടിയതെന്ന് ഒരു കാര്യത്തിലേക്ക് എത്തുന്നത് അതത്ര ശരിയായിരിക്കണമെന്നില്ല. ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു. എല്ലാം കൂടിയപ്പോഴേക്കും ജനങ്ങളൊരു മാറ്റത്തിന് അനുകൂലമായി നിന്നു. ശരിക്കും താങ്കളുടെ ഇനാഗുറൽ സ്പീച്ച് ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റിനെ കുറിച്ച് ഒരു ടേം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ ഒരു 2 വർഷത്തേക്ക് ഒരു ടോപ്പ് 2 നമുക്ക് മെഷറബിൾ ഗോൾസ് എന്ന് പറയാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ നമ്മുടെ സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ സൈമൾട്ടേനിയസ്ലി ഇത് പരിഹരിക്കണം. ഇപ്പോൾ നമ്മുടെ പിൽഗ്രിം ടൂറിസം, അതുപോലെ തന്നെ ടൂറിസം നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇപ്പം നമുക്കതിവിടെ ഉണ്ട്. പക്ഷേ മുൻപ് വന്നുകൊണ്ടിരുന്നത് പോലെ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് വരുന്നില്ല. നമ്മൾ കോളത്തൊക്കെ പരിശോധിക്കുമ്പോൾ പല ഹോട്ടലിലും റൂംസ് ഒഴിഞ്ഞു കിടക്കുകയാണ്. കാരണം എന്താണ്? ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രശ്നമാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റ് സ്റ്റേ ഡോഗ്സാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ കണക്ടിവിറ്റിയുടെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ട ഒരു ജോലിയുണ്ട്, കോർപ്പറേഷൻ ഉത്തരവാദിത്തം. അത് നിർവഹിക്കുമ്പോഴേക്കും മറ്റുള്ള സാധ്യതകൾ കൂടുതൽ തുറന്നു വരും. പിന്നെ ഹോട്ടൽ ഉടമസ്ഥരുമായിട്ടൊക്കെ പല തവണ സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അതായത് കോർപ്പറേഷൻ ഇടപെട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരുപാട് പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വേഗത്തിലാക്കുക. ഒരു കാര്യം, ഒരു കൺസ്ട്രക്ഷൻ വരുമ്പോൾ അത് റൂൾസിൻ്റെ വയലേഷൻ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആസ് എർലി ആസ് പോസിബിൾ നിങ്ങൾ വയലേറ്റ് ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്ന് പറയുക. അതിന് വച്ച് താമസിപ്പിച്ച് 6 മാസം 1 വർഷം താമസിപ്പിച്ച് അവരുടെ എനർജിയൊക്കെ കളഞ്ഞ് ഒരു ബിസിനസ് തുടങ്ങാനുള്ള എല്ലാ ഊർജ്ജവും നശിപ്പിച്ചതിന് ശേഷം നോ പറയുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയാണെങ്കിൽ റെക്ടിഫൈ ചെയ്ത് തന്നാൽ മാത്രമേ അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥ മനോഭാവം സൃഷ്ടിച്ചെടുക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ ശുചിമുറികളുടെ കുറവാണ് തിരുവനന്തപുരം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുള്ളത്. ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഞങ്ങൾ 200 ശുചിമുറികൾ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ വലിയ പിന്തുണ സമൂഹത്തിൻ്റെ ഭാഗത്ത് കിട്ടിയത് മാത്രമല്ല, ഞങ്ങൾക്ക് കോർപ്പറേഷന് ശുചിമുറികൾ പണിതു തരാൻ വേണ്ടി നിരവധി ഘടകങ്ങൾ, നിരവധി സ്ഥാപനങ്ങൾ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ക്രിയേറ്റീവായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ പിന്തുണ സമൂഹത്തിൻ്റെ ഭാഗത്ത് കിട്ടുന്നുണ്ടെന്നാണ് അർത്ഥം. ഇതിപ്പോൾ ഈ ഒരു മെഷർ പറഞ്ഞപ്പോഴാണ് ഓർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മോദിജി അധികാരത്തിൽ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിച്ചൊരു സംഭവമാണ് സ്വച്ഛ് ഭാരത്.
അപ്പോൾ ഈ സ്വച്ഛ ഭാരതം നമ്മൾ പറയുന്നുണ്ടെങ്കിലും എന്തിനാണ് ഈ ക്ലെൻനെസ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എന്തിനാണ് ഈ ഹൈജീനിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, തിന്നാൻ ആഹാരം എല്ലാം ഇരിക്കുന്ന സമയത്ത് ഇവരെന്തിനാണ് ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് കുറേ കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ തിയേറ്ററിൽ പോയാലും സീറ്റിൽ കാല് വെച്ചിരിക്കരുതെന്ന് പറഞ്ഞാൽ ചവിട്ടുന്നവരും കാല് മേളിൽ കയറ്റി വെക്കുന്നവരും, അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരു തൊട്ടടുത്ത് ഡസ്റ്റ്ബിൻ ഉണ്ടെങ്കിലും അതിൽ അങ്ങോട്ട് ഇടാത്ത ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ട്രെയിനിലായ പോലും നമ്മൾ ചിലപ്പോൾ ബാത്റൂമിൽ ഇട്ടുകൊണ്ട് പോയ ഷൂസ് ഇട്ടിട്ടായിരിക്കും ട്രെയിനിൻ്റെ സീറ്റിൽ ഇങ്ങനെ ചവിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് തുമ്മുമ്പോൾ പോലും വാ പൊത്തി തുമ്മാത്ത ആൾക്കാരുള്ള സ്ഥലം, കൊറോണ വരുമ്പോൾ മാത്രം മാസ്ക് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ നമ്മളെക്കുറിച്ച് പരാതി കേൾക്കുന്നതും അതിന് കേരളത്തിലെ ആൾക്കാരെ കുറിച്ച് പരാതി കേൾക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് സ്വച്ഛ ഭാരത് എന്നൊരു സംഭവം കൊണ്ടുവന്നു. അത് എത്രത്തോളം സക്സസ്ഫുൾ ആണെങ്കിൽ പോലും എത്രത്തോളം അത് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ സക്സസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി ഈ പദ്ധതി ആവിഷ്കരിച്ചതിന് ശേഷം നമ്മൾ സീറോയിൽ നിന്ന് അങ്ങ് പറഞ്ഞ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറേ മുമ്പോട്ട് പോയി. ഇനിയും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ എങ്കിൽ മാത്രമേ ഒരു വികസിത രാഷ്ട്രം എന്ന കൺസെപ്റ്റിലെത്തുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ 2047 ആകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വികസനം എത്തി നിൽക്കുന്ന രാഷ്ട്രമായി ഭാരതം മാറണമെന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നവും ലക്ഷ്യവും. ഗവൺമെൻറ്റും ഞങ്ങളുടെ പാർട്ടിയും മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം അത് തന്നെയാണ്. അപ്പോൾ ആ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ എല്ലാ മേഖലയിലും വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തണം. ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മാറ്റങ്ങൾ വരുത്തുകയും കുറേ ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്താൽ മാത്രം നമ്മൾ അവിടെ എത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പൗരന്മാരുടെ ആരോഗ്യം നോക്കണം. അതാണ് യോഗ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി 2014 മുതൽ ഇന്ന് ഇൻ്റർനാഷണൽ ലെവൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ മറ്റൊന്നാണ് മികച്ച വിദ്യാഭ്യാസം കൊടുക്കണം, PM ശ്രീ പദ്ധതി. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആരോഗ്യം നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എല്ലാ വീടുകളിലും പുകയടുപ്പുകൾ മാറ്റിയിട്ട് വിറകടുപ്പുകൾ മാറ്റിയിട്ട് സൗജന്യമായി പണമില്ലാത്തവർക്ക് ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും ടൈമിൻ്റെ വാല്യൂ, ആ വാല്യൂവിന്, ആ മൂല്യത്തിന് വളരെ വലിയ പരിഗണന കൊടുത്തുകൊണ്ടാണ് വേഗതയുള്ള ട്രെയിനുകൾ വരുന്നത്, കൂടുതൽ വിമാനത്താവളങ്ങൾ വരുന്നത്, യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ വന്നാൽ മാത്രം രാഷ്ട്രം വികസനത്തിൽ എത്തുകയില്ല. അതിന് കൃത്യമായിട്ട് ശുചിത്വമുള്ള പരിസരമുണ്ടാകണം, ശുചിത്വമുള്ള രാഷ്ട്രമുണ്ടാകണം. അപ്പോൾ കൃത്യമായിട്ട് പൗരബോധമുള്ള വ്യക്തി, ഞാനൊരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെയാണ് ഞാൻ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടത്, എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധ്യം കൂടി ഉണ്ടാകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ പറയുമ്പോഴേക്കും പരിഹാസമൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികമാണ്, അതുണ്ടാകും. ഞങ്ങളിത് ഫേസ് ചെയ്ത് ശീലമുള്ളവരാണ്. ഇപ്പോൾ 2 സീറ്റുമായിട്ട് പാർലമെൻറ്റിൽ ചെന്നിരുന്നപ്പോഴേക്കും പരിഹസിക്കപ്പെട്ട നേതാക്കന്മാരെ കണ്ടു വളർന്നവരാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ. ഇപ്പം നരേന്ദ്രമോദി ഉൾപ്പെടെ വിശ്വസിക്കുന്ന ഈ ആശയം, ആ ആശയത്തിന് രൂപം നൽകിയവർ തന്നെ അന്ന് പരിഹാസം ഏറ്റുവാങ്ങിച്ച് ആ പരിഹാസത്തിൻ്റെ മുമ്പിൽ പുഞ്ചിരിയോടെ അതിനെ നേരിട്ട നേതാക്കന്മാരെ കണ്ടാണ് വളരുന്നത്. ഈ നരേന്ദ്രമോദിയൊക്കെ കണ്ടാണ് ഞങ്ങൾ വളരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പരിഹാസമൊന്നും ഞങ്ങളെ തളർത്തില്ല. മറ്റൊന്ന്, ഈ താങ്കൾ ഇത് പറഞ്ഞ ഇത് സ്വച്ഛ ഭാരതൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചില്ലേ, ആ പറഞ്ഞൊരു കോണ്ടക്സ്റ്റിൽ ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പോൾ ഡിജിറ്റൽ ട്രാൻസാക്ഷനെ കുറിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു സ്വപ്നം മുന്നോട്ട് വച്ചപ്പോൾ ഇന്ത്യയിൽ അന്ന് വരെയുള്ള സാമ്പത്തിക വിദഗ്ധൻ താനാണ് എന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അവകാശപ്പെട്ടുകൊണ്ടിരുന്നല്ലോ, ബഹുമാനപ്പെട്ട ശ്രീ P. ചിദംബരം. അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ഇപ്പോഴും യൂട്യൂബിലുണ്ട്, വൈറലാണല്ലോ. അതിന് BJP ഒരു മറുപടിയും പറഞ്ഞില്ല. BJP പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്ന രാജ്യമായിട്ട് ഭാരതത്തെ മാറ്റിയെടുത്തു. അതിന് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെയും രാജീവ് ചന്ദ്രശേഖർജിയുടെയും ഉൾപ്പെടെയുള്ള വളരെ വലിയൊരു കഠിനാധ്വാനമുണ്ട്. ഞാൻ പറഞ്ഞത് നേരത്തെ സ്വച്ഛ ഭാരതൊക്കെ ഇവിടെയൊക്കെ നടക്കുമോ, ടോയ്ലറ്റ് കൊടുക്കുന്നതാണോ പ്രധാനമന്ത്രിയുടെ ജോലി എന്നൊക്കെ ചോദിച്ചവരോടുള്ള ഞങ്ങളുടെ മറുപടി, ഇന്ന് രാജ്യം അക്കാര്യത്തിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മറുപടി. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് വരുന്നു എന്നറിഞ്ഞപ്പോൾ ഒരു സംഘം പെണ്ണുങ്ങൾ ചോദിക്കാൻ പറഞ്ഞ ഒരു ചോദ്യമാണ്. ഇവർ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് മുദ്രാ ലോൺ എന്ന് പറഞ്ഞിട്ട് ഓരോ ബാങ്കിൽ കയറി ഇറങ്ങാറുണ്ട്. 2-3 വർഷത്തെ മുന്നത്തെ കാര്യമാണ് പറയണത്. അപ്പോൾ ഒരിക്കലും ലോൺ കിട്ടാറില്ല. എന്തെങ്കിലും ഒരു റീസണിൽ ഒരു പ്രോസസ്സിൻ്റെ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് തട്ടിപ്പോവും. അപ്പം ഈ മുദ്രാ ലോൺ ഇത്രയും വലിയ രീതിയിൽ മോദിജി പോലത്തെ ആൾക്കാർ പറയുമ്പോൾ അത് കേരളത്തിൽ കിട്ടാനാണ് പ്രയാസം. അതേസമയം നമ്മുടെ ഫ്രണ്ട്സ് വേറെ സർക്കിളിലുള്ള ആൾക്കാർക്ക് അത് കിട്ടാൻ ഒരു പ്രയാസം ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ തുടക്കത്തിൽ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒത്തിരി നമ്മൾ പറയത്തില്ല തീവെട്ടിക്കൊള്ള നിന്നിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എത്രത്തോളം ഡേഞ്ചറാണെന്ന് ജനങ്ങളെ അറിയിക്കണ്ടേ. അപ്പോൾ അത് 1-2 ഉദാഹരണങ്ങൾ പറയാൻ പറ്റുമോ? ഞാൻ രണ്ടായിട്ടാണല്ലോ, 2 ചോദ്യമല്ലേ. അതെയാണ്, ചിലപ്പോൾ തീവെട്ടിക്കൊള്ള ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടി വരും. അല്ല, മുദ്രാ ലോണിൻ്റെ ആദ്യം പറയാം. മുദ്രാ ലോണിൻ്റെ 2 തരത്തിലാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്.
ഒന്ന് ഉദ്യോഗസ്ഥരുടെ മനോഭാവം. ആ മനോഭാവത്തിൽ വലിയ മാറ്റം ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വികസിത രാഷ്ട്രമായി ഭാരതം മാറണമെങ്കിൽ ഉദ്യോഗസ്ഥരുടെ മനോഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടാകണം. ഒന്ന്. രണ്ട്, ഈ ലോൺ എടുക്കുന്ന ജനങ്ങളുടെ മനോഭാവത്തിലും ചെറിയ വ്യത്യാസം വരണം. ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, ജനങ്ങളുടെ ഭാഗത്താണ് നിൽക്കുന്നത്. പക്ഷേ ഒരു ബാങ്ക് ലോൺ തരുമ്പോഴേക്കും അവർ തയ്യാറാക്കേണ്ട രേഖകൾ അവർ തയ്യാറാക്കണം. അതിനുശേഷം ഈ ലോൺ റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ പറയണമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ മുദ്രാ ലോണുമായിട്ട് ബന്ധപ്പെട്ട് ചെല്ലുമ്പോഴേക്കും എനിക്ക് തരേണ്ട അർഹതപ്പെട്ട ലോൺ തന്നില്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ലോൺ റിജക്റ്റ് ചെയ്യുന്നു എന്ന് അവർ രേഖപ്പെടുത്തണം. ഇത് വാങ്ങിയിട്ട് ഫിനാൻസ് മിനിസ്ട്രിയിലേക്ക് നമ്മൾ കംപ്ലയിൻ്റ് അയച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് അന്വേഷണം വരും. ദ ഓഫീസർ ഈസ് ആൻസറബിൾ, ഹി ഓർ ഷീ ഈസ് ലയബിൾ. അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഞാൻ അതിന് എലിജിബിൾ ആണ്, അതിൽ പറയുന്ന നോംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് എന്തുകൊണ്ട് എന്നെ ലോൺ റിജക്റ്റ് ചെയ്തു എന്ന് എഴുതി വാങ്ങിയിട്ട് അത് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള അതോറിറ്റിയുണ്ട്, ഫോറമുണ്ട്. അപ്പോൾ അതിൽ ചെയ്യണം. പിന്നെ നമ്മുടെ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ പലരുടെയും, ഞാൻ എല്ലാവരുടെയും അല്ല, സമീപനം ഈ ലോണൊക്കെ മാനേജർ സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കുന്നതാണ്. സത്യം പറയാം. ചെല്ലുമ്പോൾ തന്നെ പൈസ ഇല്ലാത്ത ആളാണല്ലോ ലോൺ എടുക്കാൻ ചെല്ലുന്നത്. ഇവർ കണ്ണാടിക്കൂട്ടിലിരുന്നിട്ട് AC റൂമിലൊക്കെ ഇരുന്നിട്ട് ഈ പൈസ ഇല്ലാതെ ലോൺ എടുക്കാൻ ചെല്ലുന്ന ആളിനോട് അവരിവിടെ ജീവിക്കാനേ യോഗ്യതയില്ല എന്നുള്ള തരത്തിൽ പെരുമാറുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ക്യാഷ് കയ്യിലുള്ളവരാണെന്നിരിക്കട്ടെ, ഇവർ അങ്ങോട്ട് പോയിട്ട് കൊടുക്കും. സ്വാഭാവികമായിട്ട് ഒരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു മാനേജർ ഡ്യൂട്ടിയാണ്, അതിന് എതിരൊന്നുമല്ല. പക്ഷേ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് വരുന്ന ഒരുപാട് കാശുള്ള ആൾക്കാരോട് മാന്യമായിട്ട് പെരുമാറുന്നത് പോലെ തന്നെ ഗവൺമെൻറ് സ്കീംസ് അവെയിൽ ചെയ്യാൻ വരുന്ന അർഹരായ ആൾക്കാരോടും അതുപോലെ തന്നെ പെരുമാറണം. അപ്പോൾ അവരോടൊരു മാന്യമായ പരിഗണന കൊടുക്കണം. പിന്നെ ഈ മാനേജർമാർക്ക് ലോൺ എടുത്താൽ അടച്ചില്ലെങ്കിൽ ആശങ്ക അതൊക്കെ ഉണ്ടാവും. അതവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്, അത് അവർ കംപ്ലൈ ചെയ്ത് തന്നെ പോകണം, ആ കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ ജനങ്ങളുടെ സമീപനം അത് അവിടെ മാത്രമല്ല കേട്ടോ, ബാങ്കിൽ മാത്രമല്ല, ഏറെക്കുറെ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ തൊട്ട് മുമ്പിൽ വരുന്ന ആളിനോട് കുറച്ച് അവരെ ബുദ്ധിമുട്ടിച്ചാൽ മാത്രമേ എൻ്റെ ജോലിയുടെ പവർ പൂർണ്ണമാവുള്ളൂ എന്ന് ധരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ കൾച്ചറുണ്ട്. ആ കൾച്ചർ ഭരണാധികാരികൾ ഇടപെട്ട് ഞങ്ങളൊക്കെ പറ്റുന്ന രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറ്റിയെടുത്ത് അതിനെ ഉടച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ. രണ്ടാമത് ഞാൻ ചേർത്ത് ചോദിച്ചു കറപ്ഷൻ അല്ല, ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ തന്നെ ആവശ്യത്തിൽ കൂടുതലോ പറഞ്ഞിട്ടുണ്ട്. ഭരണപക്ഷത്ത് വന്ന് രേഖകൾ പരിശോധിച്ച് കൈവശം എല്ലാം ലഭിക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കൂടി ഇടപെടാനുണ്ട്. അതിവിടെ കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങുകളാണ്. അതിപ്പോൾ ഇടപെട്ട് തുടങ്ങുമ്പോൾ നിങ്ങളൊക്കെ അറിയും. അതായത് 100 കണക്കിന് ബിൽഡിങ്ങുകളുണ്ട്. ഈ ബിൽഡിങ്ങുകൾ പലതും എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർക്ക് അറിയില്ല. പല ബിൽഡിങ്ങുകളുടെയും കാലഹരണപ്പെട്ട എഗ്രിമെൻറ്റുകളാണ്, ഡോക്യുമെൻറ്റുകളാണ്. സ്ഥാപനം എടുക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന പർപ്പസ് ആയിരിക്കില്ല ഇപ്പോൾ അവിടെ നടക്കുന്നത്. സ്ഥാപനം എടുത്ത ആൾക്കാർ പലരും 2 or 3 തലമുറ മുമ്പ് മരണപ്പെട്ടു പോയി. ഇപ്പോൾ അവിടെ ആരാണ് നടത്തണമെന്ന് ആർക്കും അറിയില്ല. ഇങ്ങനൊരു സാഹചര്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ പല സ്ഥലങ്ങളിലും ഉള്ളതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെയൊക്കെ തന്നെ ഒരു ഓർഡറിലാക്കണം. അതിനുള്ളൊരു പരിശ്രമമാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവിടെ നിന്ന് ആരംഭിക്കാൻ പോകുന്നത്. സർ, ഞാൻ ഈ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ സാറിൻ്റെ ഒബ്സർവേഷൻ എന്താണെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഡിമോണിറ്റൈസേഷൻ വന്നു, അതൊരു ബോൾഡസ്റ്റ് ഡിസിഷനായിട്ട് തന്നെ. അതിപ്പോൾ ഈ അടുത്ത കാലത്ത് ദുരന്തർ എന്നൊരു മൂവി ഇറങ്ങി. ദുരന്തർ മൂവിയുടെ സെക്കൻഡ് പാർട്ടിനകത്ത് വ്യക്തമായിട്ട് ഏതൊരു സാധാരണക്കാരും പോയിരുന്ന് കണ്ടാലും, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന 2 വാക്കെങ്കിലും ഹിന്ദി അറിയാവുന്നൊരു കുട്ടിയൊക്കെ കണ്ടാൽ പോലും മനസ്സിലാകുന്ന രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഡിമോണിറ്റൈസേഷൻ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളമാണ് നമ്മുടെ കേരളത്തിൽ അത് അച്ചീവ് ചെയ്തേക്കുന്നത്? 1-2 ഒറ്റ കാര്യം പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഒറ്റ ഉദാഹരണം മതി. സാധാരണക്കാരായ ജനങ്ങൾക്ക് 1 സെൻറ്റ് വസ്തു വാങ്ങാൻ വേണ്ടി ഭൂമി വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള നാളുകളായിരുന്നു കുറേ കാലം മുമ്പൊക്കെ തന്നെ. ഞങ്ങൾ കേട്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ കാറുകളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ അവർക്കൊരു സ്ഥലം കണ്ടിഷ്ടപ്പെട്ടാൽ ആ സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന പണം കൊടുക്കും. അത് വലിയ കാലമൊന്നും വേണ്ട, ദിവസങ്ങൾക്ക് തന്നെ രജിസ്റ്റർ ചെയ്യും. ഇങ്ങനൊരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. നമ്മുടെ കൊല്ലം ജില്ലയിലെ അത്ര വലിയ പ്രാധാന്യം ഒന്നും ഇപ്പോൾ തിരുവനന്തപുരമെന്നോ എറണാകുളമെന്നോ അല്ലെങ്കിൽ തൃശ്ശൂർ ടൗണെന്നോ ഒക്കെ പറയുന്നത് പോലെയൊന്നും പ്രാധാന്യമില്ലാത്ത ഒരു പ്രദേശത്തിനായിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമിയുടെ വില. അവിടെ മറ്റു പല ബിസിനസ് നടക്കുകയായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് ടൗൺ, എറണാകുളം ടൗൺ, തൃശ്ശൂർ ടൗൺ, തിരുവനന്തപുരം ടൗൺ,
ഇങ്ങനെയൊക്കെ പറയുന്ന സ്ഥലങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ വില താരതമ്യേന ഒരു ഗ്രാമീണ മേഖലയായിട്ടുള്ള വേറെ സ്ഥലത്തുണ്ടായിരുന്നു കേരളത്തിൽ. ആ സ്ഥലത്തിൻ്റെ പേര് പരാമർശിക്കുന്നില്ല. അവിടെ മറ്റു പല കച്ചവടങ്ങൾക്കും പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. ഡിമോണിറ്റൈസേഷൻ വന്നതിന് ശേഷം ഇതൊക്കെ തന്നെ കുറച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും കുറഞ്ഞു എന്നുള്ളതല്ല, കുറച്ചിട്ടുണ്ട്. പിന്നെ തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനം അത് ഡിമോണിറ്റൈസേഷൻ കൊണ്ടും അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് കൊണ്ടും ഈ രണ്ട് കാര്യങ്ങളിലൂടെ അതൊരുപാട് കുറയ്ക്കാൻ സാധിച്ചു. ഡിമോണിറ്റൈസേഷൻ്റെ പ്രതിഫലനം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിൻ്റെയും സാഹചര്യം അനുസരിച്ച് ഏറിയും കുറഞ്ഞും ബിസിനസ് മേഖലയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് നമ്മുടെ രാജ്യം സാമ്പത്തികമായിട്ട് ഇന്ന് മറ്റു പല രാജ്യങ്ങളെയും പിന്നിലായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ക്രിട്ടിക്സ് ഒരുപാട് പറയുന്നൊരു സംഭവമുണ്ട്. ഓവർ വെയ്ഡ് ബെനിഫിറ്റ്സിൻ്റെ പാർട്ടായിട്ട് മോണിറ്റൈസേഷൻ്റെ പാർട്ടായിട്ട് ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ കുറേ ലോസസ് ഉണ്ടായിരുന്നു. എങ്ങനെ ജോലി നഷ്ടപ്പെട്ടു? അതായത് ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടു. യൂട്യൂബ് വീഡിയോ അല്ല, എങ്ങനെയാണ് ജോലി? ഞാൻ മറുപടി പറയണമെങ്കിൽ എനിക്ക് യൂട്യൂബ് വീഡിയോസിൽ പലതും പറയും, അതിനെനിക്ക് മറുപടി എങ്ങനെ ജോലി നഷ്ടപ്പെട്ടു എന്നാണ് അതിൽ പറയുന്നത്. സാർ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ആവാനാണ് എനിക്ക് തോന്നുന്നത്. കള്ളപ്പണം മുടക്കി നടത്തിക്കൊണ്ടുള്ള ബിസിനസ്സുകളൊക്കെ പൂട്ടിപ്പോയി. അത് തന്നെയായിരുന്നു ഉദ്ദേശം. അവരുടെ കടകൾ പൂട്ടി, അല്ലെങ്കിൽ അത് കാരണം ജീവിക്കാൻ പറ്റില്ല. കള്ളപ്പണം നടത്തി ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന കടകൾ പൂട്ടി. അത് തന്നെയായിരുന്നു ഗവൺമെൻറ് ഉദ്ദേശം. കള്ളപ്പണം രാജ്യത്തുണ്ടാകരുത്, എല്ലാം രാജ്യത്ത് നടക്കുന്ന സാമ്പത്തിക ഇടപാടുകൾക്ക് തന്നെ ഒരു സിസ്റ്റത്തിനകത്ത് വരണം. ഒരു രാജ്യത്ത് നടക്കുന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഒരു ഗവൺമെൻറ് അറിയണമല്ലോ, അല്ലെങ്കിൽ രാഷ്ട്രം ഉണ്ടാവുകയില്ല. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഇങ്ങനെ ആയത് എന്തുകൊണ്ടാണ്? അങ്ങനെ ആയിരുന്നതുകൊണ്ടാണ്. കോൺഗ്രസിൻ്റെ സമീപനം അതായിരുന്നു. ജനങ്ങൾ BJP തിരഞ്ഞെടുത്തിരിക്കുന്നതും ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയെ മൂന്നാമത് പ്രധാനമന്ത്രിയൊക്കെ എന്തുകൊണ്ടാണ്? പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ പോലെയൊന്നും ഭാരതമാകാൻ പാടില്ലെന്നും ഭാരതം ലോകത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രമാകണമെന്നുള്ളത് കൊണ്ടാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞങ്ങൾ ആ മുദ്രാവാക്യം പറഞ്ഞു തന്നെയാണല്ലോ. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾ എന്തെങ്കിലും അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ എന്തെങ്കിലും ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ എന്തെങ്കിലും കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്ത് മാറ്റില്ലെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെയൊക്കെ തന്നെ ആകത്തുക ഭാരതം ലോകത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രമാകും എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി ജനങ്ങൾ ഞങ്ങൾക്ക് അധികാരം തന്നിരിക്കുമ്പോൾ, അവകാശം തന്നിരിക്കുമ്പോൾ ഞങ്ങളതൊക്കെ ചെയ്യണം. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി. പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അവർ രാജ്യത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് പുതിയ ജോലി കണ്ടുപിടിക്കണം. അങ്ങനെ ഉള്ളവർക്കല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, അല്ലാതെ സിസ്റ്റത്തിനകത്ത് ചെയ്യുന്ന ആർക്കും ജോലി നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഇല്ല, അതൊക്കെ ശരിയാകും. കുറച്ച് ശരീരമാണെങ്കിൽ ജോലി ചെയ്യുമ്പോൾ അതൊക്കെ ശരിയാവും. ഓക്കെ. നമ്മൾ ഭാരതത്തിൻ്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മൗര്യവംശം അല്ലെങ്കിൽ ഗുപ്തവംശമൊക്കെ എടുത്തു കഴിഞ്ഞാൽ സോ കോൾഡ് കുറേ ഗ്രേറ്റ്, ഇപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യൻ അല്ലെങ്കിൽ അശോകനെ പോലത്തെ ആൾക്കാർ കഴിഞ്ഞാൽ പിന്നെ ഒരു ഡീജനറേഷൻ പറയുന്നുണ്ട്. അത് കുറച്ച് കാലം ഒരു ഡാർക്ക് ഏജ് പോലെ വന്നിട്ട് വീണ്ടും ഗുപ്തയിലോട്ട് വരുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ സ്വപ്നം കാണുന്ന ലെവലിലേക്ക് പോകുന്നുണ്ട്. എല്ലാവർക്കും സ്വപ്നം കാണാം. നമുക്ക് ഈ വിദേശത്ത് പോകേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാവർക്കും ഇന്ത്യയിൽ തന്നെ വിദേശത്ത് കിട്ടുന്ന പോലെ തന്നെ അവർ ആഗ്രഹിക്കുന്ന പലപ്പോഴും പൈസ ആയിരിക്കുമല്ലോ, ഒരുപാട് ശമ്പളം, നല്ല ജീവിത ഫെസിലിറ്റീസ്, വൃത്തി വെടുപ്പെന്നൊക്കെ ആയിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടായിരിക്കും പലരും പോകുന്നത്. അപ്പോൾ അവർക്ക് അതെല്ലാം ഇവിടെ കിട്ടുന്ന ലെവലിലേക്ക് നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഉള്ളൊരു നേതൃത്വം അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു ശക്തമായിട്ടൊരു ഗ്രൂപ്പുണ്ട് അത് കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ അവരുടെ ഒരു കാലം കഴിയുമ്പോൾ വീണ്ടും അത് വേറെ ശക്തികളുടെ കയ്യിലേക്ക് പോവില്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ നല്ലൊരു ഗ്രൂപ്പുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിലും അത് ശരിക്കും എങ്ങനെ ഇൻഫ്ലിക്റ്റ് ചെയ്ത് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിന് ഒന്നും ഇപ്പോൾ നമ്മുടെ മോദിജി എടുത്തു കഴിഞ്ഞാൽ, അമിത്ഷാ എടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ ആ ഗ്രൂപ്പിന് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അശോകന് ശേഷം അശോകൻ്റെ മക്കൾ കേപ്പബിൾ അല്ലായിരുന്നു. അങ്ങനെ ആ വംശം തന്നെ നശിച്ചുപോയി. ഇപ്പം ചന്ദ്രഗുപ്ത മൗര്യ അവർക്ക് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ഗുപ്ത സാമ്രാജ്യം എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം അവിടെ നശിച്ചുപോയി. അത് നമ്മൾ ഹിസ്റ്ററിയിൽ കണ്ടതാണ്. അത് ആവർത്തിക്കുന്ന ഒരു പേടിയുണ്ട്. അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. താങ്കളുടെ ചോദ്യത്തിന് എൻ്റെ ഉത്തരവുണ്ട്. ആരുടെ മക്കളെ ഇതിൽ പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, അതിൽ പോയിന്റ് അവർ വരുന്നത് തെറ്റല്ല, പക്ഷെ പ്രതീക്ഷിക്കുന്നില്ല. അതായത് ഇപ്പോൾ മുൻപുണ്ടായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ജിയുടെയൊക്കെ സമയം ഉണ്ടായിരുന്നു. എന്തായാലും അവരെക്കാളും ഒട്ടും മോശമില്ലാത്ത ടീമല്ലേ വന്നത്. നിതിൻ നബീൻജി എന്നാ താങ്കൾ ഈ പേര് കേട്ടത്? നിതിൻ നബീൻജിയുടെ പേര് താങ്കൾ എന്നാ കേട്ടത്? അദ്ദേഹത്തെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി വർക്കിംഗ് പ്രസിഡന്റായിട്ട് പ്രഖ്യാപിച്ച സമയത്താണല്ലോ 2010-ലും 2013-ലും ഒക്കെ 2013 വരെ നിതിൻ നബീൻജിയോട് ജന്തർ മന്ദറിൽ ഒക്കെ നടന്ന സമരങ്ങളിൽ നേരിട്ട് കൂടെ നിന്നിട്ട് ഒരുമിച്ച് മുദ്രാവാക്യം വിളിച്ച് പോയിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അദ്ദേഹത്തോടൊപ്പം 3 വർഷം ഒരുമിച്ച് പ്രവർത്തിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മികച്ച പ്രോഡക്റ്റുകളെ വളരെ ഇത് 2013 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. 13 വർഷം മുമ്പ് യുവമോർച്ചയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നുള്ളതൊക്കെ അദ്ദേഹം അങ്ങനെ പെർഫോം ചെയ്യണമെങ്കിൽ
അദ്ദേഹത്തെ എത്ര വർഷം മുമ്പേ പാർട്ടി കണ്ടെത്തി വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. തേജസ്വി സൂര്യ, തേജസ്വി സൂര്യയെ പോലെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ജനപ്രതിനിധി, ഒരു MP ഇന്ത്യയിൽ വളർത്തിക്കൊണ്ടുവരാൻ BJP മാത്രമേ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ആയിരക്കണക്കിന് നേതാക്കന്മാരെ ഗ്രാമങ്ങളിൽ നിന്നും ഇന്ത്യയുടെ സൗന്ദര്യം പഠിപ്പിച്ച് കരുത്തുറ്റ നേതാക്കന്മാരെ പാർട്ടി ഇങ്ങനെ വളർത്തിയെടുക്കാൻ അവസരങ്ങൾ കൊടുത്തിട്ട് അതിൽ നിന്നും മിടുക്കന്മാർ ഇത് നരേന്ദ്രമോദി അമിത്ഷാജിയുടെയൊക്കെ നേതൃത്വത്തിലാണ് നിതിൻ നബീൻജി ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ളത്. ശരി, ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ. അതെ അതെ എല്ലാം ഉണ്ട്. ഇപ്പോൾ യോഗി ആദിത്യനാഥിനെ പോലുള്ളൊരു മുഖ്യമന്ത്രി 44-ാമത്തെ വയസ്സിൽ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നു. ഇപ്പോൾ ദേവേന്ദ്ര ഫഡ്നാവിസ് 27-ാമത്തെ വയസ്സിൽ നാഗ്പൂരിൻ്റെ മേയറാവുന്നു. 40-45 വയസ്സുള്ളവഴി മുഖ്യമന്ത്രിയാവുന്നു. ഡോക്ടർ പ്രമോദ് സാവന്ത് നമ്മുടെ ഗോവ CM. ഇപ്പം നരേന്ദ്രമോദി അമിത്ഷാജിയൊക്കെ കൃത്യമായിട്ട് ദീർഘവീക്ഷണത്തോടെ ഒരു ജനറേഷൻ കഴിഞ്ഞാൽ അടുത്ത ആരായിരിക്കണം പാർട്ടി നയിക്കേണ്ടത് എന്നൊക്കെയുള്ള റിസർച്ച് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പിന്നെ എല്ലാ ഒരു സംഘടനയ്ക്കുള്ളിലോ ഒരു ഗവൺമെൻറ്റിലോ നടക്കുന്ന കാര്യങ്ങൾ പത്രസമ്മേളനത്തിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കൃത്യമായിട്ടൊരു ആദർശത്തിൽ ഊന്നി പ്രവർത്തിക്കുമ്പോഴേക്കും അതൊക്കെ സ്വാഭാവികമായിട്ട് രൂപപ്പെടുകയാണ്. ഓക്കെ, സർ. അതുപോലെ തന്നെ അടുത്ത സാറിൻ്റെ ഒബ്സർവേഷൻ എനിക്കറിയേണ്ട രീതി, നമ്മുടെ ഡേറ്റ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ GDPയുടെ ഗ്രോത്ത് വളരെ നല്ല രീതിയിൽ തന്നെ ഫ്ലക്ച്വേറ്റ് ചെയ്ത്, ഇതൊക്കെ നമ്മൾ ചില പീരീഡ്സിൽ അത് ഫ്ലക്ച്വേറ്റ് ചെയ്ത് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഇഷ്യൂസൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതായത് മോദിജി വരുന്നതിന് മുന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ മോദി ഗവൺമെൻറ് ആ ഒരു ജോബ് ക്രിയേഷനും ഗ്രോത്തും അല്ലെങ്കിൽ ഡബിൾ ഡിജിറ്റ് ഇൻഫ്ലേഷനും കട്ട് ചെയ്യണ ലെവലിലുള്ള ഒരു ഗ്രോത്തിലേക്കാണ് വന്നത്. ആ ഒബ്സർവേഷൻ എത്രത്തോളം ഇവിടെ ഇൻഫ്ലിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാമോ? ഇപ്പോൾ ഒരു നദി ഒഴുകുന്നത് പോലും ഒരിക്കലും എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. സാമ്പത്തികമായിട്ട് വ്യത്യാസങ്ങൾ പല സമയത്തും ഉണ്ടായേക്കാം. പക്ഷേ ആ പ്രതിസന്ധികളൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പലപ്പോഴും ഈ ഡിമോണിറ്റൈസേഷൻ വന്നപ്പോഴും മറ്റു പലപ്പോഴും ഗവൺമെൻറ്റിനെ ശക്തമായിട്ട് സാമ്പത്തികമായിട്ട് പലരും ആക്ഷേപിച്ചിട്ടുണ്ട്, ഗവൺമെൻറ് സാമ്പത്തിക നയങ്ങളെക്കുറിച്ചൊക്കെ തന്നെ. പക്ഷേ നമ്മളൊക്കെ അതൊക്കെ ഒരു കുറച്ച് കാലഘട്ടത്തിൽ മാത്രം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ഇന്ന് വേൾഡ് റെസ്പെക്റ്റ് ചെയ്യുന്ന അവസരത്തിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ നമ്മുടെ സാമ്പത്തിക ഘടന. കാരണം നമ്മുടെ ഡബിൾ ഡിജിറ്റ് വരണമെങ്കിൽ തന്നെയും അതൊരു പ്രോഡക്റ്റ്സ് ഇല്ലാതിരിക്കുമ്പോഴാണല്ലോ കൂടുതലും പറയാം. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ്സ് ശരിക്കും നമ്മുടെ ഇവിടെ ഗ്രോൺ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുണ്ടോ? നമ്മൾ ഇനിയും കുറേ യാത്രയുണ്ട്. ഏറെക്കുറെ ഇപ്പോൾ നമ്മൾ വളരെ മുമ്പിലാണ്. 2014 മുതൽ ആരംഭിച്ച തരത്തിൽ നമുക്ക് ഇനിയും നമ്മുടെ ഒരുപാട് സാധ്യതകളുണ്ട്, അത് പ്രയോജനപ്പെടുത്താനുണ്ട്. സാർ, 3000 വോട്ട്സിൽ നിന്ന് എനിക്ക് തോന്നുന്നത് സാർ ആ സമയത്താണ് ചേരുന്നത്, ABVP വരുന്നതെന്ന് തോന്നുന്നു അല്ലേ? ആ 3000, 2000 വോട്ട്സ് നിന്ന് ഇപ്പോൾ ഒരു 70,000 വോട്ട്സിലേക്കുള്ള ഒരു യാത്ര അത് മുഴുവൻ കണ്ട ആളാണ്. ഇപ്പം നമ്മൾ ഈ 90s കിഡ്സും ജെൻസി കിഡ്സിൻ്റെ രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന പോലെ സാർ ഈ മുഴുവൻ യാത്രയും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫ്ലാഗ് കെട്ടാൻ പോലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ 3-4 RSSകാരോ അല്ലെങ്കിൽ 2-3 BJPക്കാരോ മാത്രമുള്ള സമയത്ത് ഒരു ഫ്ലാഗ് കെട്ടാൻ പോലും ആൾക്കാർക്ക് കൈ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങി അത് ചെയ്തു. അതിലൊരാൾ താങ്കളുമാണ്. അപ്പോൾ ആ ഒരു യാത്ര തിരികെ നോക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? അങ്ങനെ യാത്ര ചെയ്യാനൊരവസരം കിട്ടിയതുകൊണ്ടാണ് ഇന്ന് നല്ല കോൺഫിഡൻസിൽ ഇന്ന് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വമൊക്കെ നമുക്ക് ചെയ്യുവാനും പാർട്ടിക്ക് അങ്ങനെ ഏൽപ്പിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായത്. അതൊരു രസമായിരുന്നു ജീവിതത്തിൽ. പക്ഷേ ഒരുപക്ഷെ അതിൻ്റെ പ്രാധാന്യം അന്ന് നമുക്ക് മനസ്സിലായത്. അന്നൊരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ ചുറ്റും വലിയ സംവിധാനമൊക്കെ തന്നെ നമ്മളോട് വിയോജിക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് തരുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ആശയം മാത്രമാണ്. അതിലൊരു ശരിയുണ്ട്. ആ ഒരു വിശ്വാസമാണ് ഇപ്പോൾ MLA, MP, പോലീസ്, പണമൊക്കെ തന്നെ നിന്നുകൊണ്ട് നമ്മളെ എതിർക്കുമ്പോൾ ഒരു 18, 19 വയസ്സിലോ 20 വയസ്സിലോ ഒക്കെ മറുഭാഗത്ത് പരിചയസമ്പന്നരായ 100 കണക്കിന് നേതാക്കന്മാരും അനുയായികളും നിന്ന് എതിർക്കുമ്പോൾ നമ്മൾ താങ്കൾ പറഞ്ഞത് 3-4 പേരുമല്ല, ഒരാളൊറ്റയ്ക്ക് കൂടിയിട്ട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ആ 2-3 പേരൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴും നമ്മളോടൊപ്പം വലിയൊരു ആശയം ഉണ്ട്, അതാണ് ശരി എന്നല്ലെങ്കിൽ നാളെ അതിന് ആ ഒരു കോൺഫിഡൻസ്, ആ കോൺഫിഡൻസിൽ നിന്നുകൊണ്ടാണ് നമ്മളൊക്കെ തുടങ്ങിയത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെൻറ് 2004 തെരഞ്ഞെടുപ്പിൽ ആ ഗവൺമെൻറ് നഷ്ടപ്പെട്ടു. ഗവൺമെൻറ് ഉണ്ടായിരുന്നപ്പോഴേക്കും ഒരുപാട് ഒരു പാർട്ടിയിലേക്ക് വന്നു. ഗവൺമെൻറ് നഷ്ടപ്പെട്ടതിന് ശേഷം നടന്ന ദിവസങ്ങളിൽ ഞങ്ങളൊരു പോലീസ് സ്റ്റേഷനിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴേക്കും ഞങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായി. ഭരണം ഉണ്ടായിരുന്നപ്പോഴുള്ള പ്രതികരണം, എയർപോർട്ടാവട്ടെ, റെയിൽവേ സ്റ്റേഷനാവട്ടെ, പോലീസാവട്ടെ, ഞങ്ങളൊന്നും താഴ്ന്നത് കാര്യം ഞങ്ങൾ ഭരണം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പ്രവർത്തിച്ചവരാണ്. ഞങ്ങൾക്ക് 2009 ഭരണം കിട്ടിയില്ല. വീണ്ടും ഞങ്ങൾ 5 വർഷം പ്രവർത്തിച്ചു, ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇനി എവിടെയെങ്കിലും അധികാരമോ ഭരണമോ ഒന്ന് നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ,
ഞങ്ങൾ അടുത്ത നിമിഷം മുതൽ തന്നെ ഞങ്ങൾ പ്രതിപക്ഷമായിട്ടാണെങ്കിൽ പ്രതിപക്ഷം അല്ലെന്നുള്ളത് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങും. അതുകൊണ്ട് അതൊക്കെ ഒരു അനുഭവമാണ്. സർ, ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയാം. അവരായിട്ടുള്ള ഒരു മൊമെൻറ്റോ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു സംഭവം ഓർത്തെടുത്ത് പറയാൻ പറ്റുമെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യണം. പറ്റുന്ന ശരി. നരേന്ദ്രമോദിജി. നരേന്ദ്രമോദിജിയോടുള്ള അനുഭവം ഒരു വാക്കിലോ ഒരു ഇൻ്റർവ്യൂവിലോ പെട്ടെന്ന് പറയാനായിട്ട് സമയം പോരാ. ഞാൻ ആദ്യം അദ്ദേഹത്തെ കാണുന്നത് 2011-12 കാലഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ മഹാത്മാ മന്ദിറിൽ വെച്ചിട്ടാണ് അമിത്ഷാജിയും നരേന്ദ്രമോദി ആദ്യം കാണുന്നത്. അന്ന് അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്നും ഉൽപ്പന്നങ്ങളൊക്കെ കളക്ട് ചെയ്ത് അവിടെ എത്തിക്കുന്നതിൻ്റെ ചുമതല എനിക്കായിരുന്നു. കേരളത്തിൻ്റെ ആ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ എനിക്കായിരുന്നു കോർഡിനേറ്റർ. ഈ സമയത്താണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്നെ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കം എന്നുള്ള 2013 ഒക്ടോബറിൽ അദ്ദേഹം ഇവിടെ വന്നിരുന്നു. ആ സമയത്ത് എയർപോർട്ടിൽ സ്വീകരിക്കുമ്പോഴാണ് രണ്ടാമതായിട്ട് അദ്ദേഹത്തെ കാണുന്നത്. പിന്നെ നിരവധി തവണ കണ്ടിട്ടുണ്ട്. ഓരോ തവണ കാണുമ്പോഴേക്കും ഒരുപാട് പുതിയ കാര്യങ്ങൾ സംസാരിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ നിന്നും ഒക്കെ തന്നെ പിന്നെ സംസാരിക്കാൻ കഴിഞ്ഞ പ്രത്യേകിച്ച് മേയറായതിനു ശേഷം കൂടുതൽ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ നമുക്കൊരു ജീവിതകാലം മുഴുവനും പ്രവർത്തിക്കുവാനുള്ള പ്രേരണ, കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്ന ഒരു പ്രതിഭാസമാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർജിക്ക് കേരളത്തിൽ ഇപ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ആദ്യം സംസാരിക്കാം. ഇതുവരെയും ഇത്തരത്തിലൊരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടില്ല. അതേ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 10-20 വർഷമുള്ള പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്, പാർലമെൻറ്ററിയൻ എന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ രാജ്യത്തെ നേരത്തെ പറഞ്ഞത് ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ ലോകത്തിൻ്റെ മുൻപിൽ അത്ഭുതമായി മാറ്റിയ സ്കിൽ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റിയാണ് പറയുന്നത്. അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി ഒരു പാർട്ടിയിലും കേരളത്തിൽ ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട്. അപ്പോൾ ഇതെല്ലാം ഇത്രയും കാര്യങ്ങൾ കൂടിക്കലർന്ന ഒരു വ്യക്തിയെ കേരളം പ്രയോജനപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എങ്കിൽ കേരളം വികസനത്തിൻ്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്തെത്തും. താങ്കളെപ്പോലെ തന്നെ ഏറ്റവും കൂടുതൽ ട്രോൾസും ഏറ്റവും കൂടുതൽ മീഡിയ ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കൾക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് മീഡിയ ആക്രമണം കുറഞ്ഞു കുറച്ച് ദിവസത്തൊക്കെയാണ് ഒരാളുടെ പേര് കിട്ടിയതുകൊണ്ട് തന്നെ വിട്ടതായിരിക്കും. അതെ, അങ്ങനെ ഒരാളുടെ പേര് അടുത്തത് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് BJPക്ക് റീച്ച് ചെയ്യാൻ പറ്റാതിരുന്ന ഒരുപാട് മേഖലകളുണ്ട്. അതായത് 2014 കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരുന്നതിന് മുൻപാണ് സുരേഷ് ഗോപി പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം ഗുജറാത്തിൽ പോയി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിയെ സന്ദർശിച്ചതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് ഉണ്ടായിരുന്നു ശാസ്ത്രമംഗലത്ത്. അന്ന് ആ വീട്ടിൽ ആദ്യമായിട്ട് എത്തിയ ആൾക്കാരിൽ ഒരാൾ ഞാനന്ന് യുവമോർച്ചയുടെ പ്രസിഡൻറ്റ്, BJPയുടെ വക്താവൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് അവിടുത്തെ ശാസ്ത്രമംഗലത്തെ BJP പ്രവർത്തകരെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോഴേക്കും വളരെ നല്ല, കാരണം സുരേഷ് ഏട്ടൻ വളരെ ബോൾഡാണ്. പക്ഷേ ബന്ധുക്കളൊക്കെ തന്നെ ഈ പ്രകടനം മാർച്ച് അത് സിനിമ ചലച്ചിത്രപരമായിട്ട് നിൽക്കുകയല്ലേ, അവരിതൊന്നും ഈ പാവങ്ങളിതൊന്നും കണ്ടിട്ടില്ലല്ലോ, വീട്ടിലെ സ്റ്റാഫും പിന്നെ കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ. സുരേഷ് ഏട്ടൻ നമുക്കത് കാണാം എന്നുള്ള കുട്ടിയുടെ മൂടറിയാമല്ലോ. അന്ന് ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. അന്ന് വരെ BJPയുടെ വേദികളിൽ BJPയുടെ പക്ക നേതാക്കന്മാരുടെ മുഖങ്ങളല്ലാതെ വേറെ ആരും വന്നിരിക്കാൻ പോലും ധൈര്യപ്പെടില്ല. BJPക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് മേഖലകളുണ്ടായിരുന്നു. ആ സമയത്താണ് സുരേഷ് ഗോപി കടന്നു വരുന്നത്. അദ്ദേഹത്തിന് അതിൽ ഒരുപാട് കലാരംഗത്ത് സാമ്പത്തികമായി ഒരുപാട് നഷ്ടമുണ്ടായി. അദ്ദേഹം നിരവധി വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രതിസന്ധിയിലും കടന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചല്ലോ പലരും, അദ്ദേഹം പിടിച്ചു നിന്നല്ലോ. അപ്പോൾ അത് സുരേഷ് ഗോപി നമുക്ക് കേരള BJPക്കും കേരള സമൂഹത്തിനും കിട്ടിയൊരു അസറ്റ് തന്നെയാണ്. ഓക്കെ സാർ. അമിത്ഷാ, ഈ രാഷ്ട്രീയ മാറ്റം ഇപ്പോൾ അമിത്ഷാജി ഇന്നലെ മെനങ്ങാന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്നു, ഞാൻ കണ്ടിരുന്നു. അതായത് ഈ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്ത് മാറ്റുമെന്ന് ഞങ്ങളുടെ നേതാക്കന്മാർ പണ്ട് പറഞ്ഞു വെച്ചിട്ട് പോയൊരു കാര്യമുണ്ട്. അത് നടപ്പിലാക്കാൻ കഴിഞ്ഞ, അതിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് അമിത്ഷാജി. അപ്പോൾ തന്നെ ഈ ഒരു പ്രസ്ഥാനം തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഉണ്ടായ ഒരു അങ്ങനെ ജനിച്ചൊരു വ്യക്തി, ഇത്രയും കോൺഫിഡൻസിൽ ഇന്ത്യൻ രാഷ്ട്രീയം പഠിച്ച് മനസ്സിലാക്കിയ ചുരുക്കം ചില വ്യക്തികളിലൊരാളാണ് അമിത്ഷാജി.
അജിത് ഡോവൽ ഞാൻ കേട്ടിട്ടും വായിച്ചിട്ടും മാത്രമേ ഉള്ളൂ. അങ്ങേയറ്റം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ്, പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് അദ്ദേഹം. ഞാൻ പക്ഷേ കേട്ടിട്ട് വായിച്ചിട്ടേ ഉള്ളൂ, അദ്ദേഹത്തെക്കുറിച്ച് ഇതുവരെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. ശ്രീലേഖ ചേച്ചി വളരെ നിഷ്കളങ്കയാണ്, വളരെ ഡൈനാമിക്കാണ്. പിന്നെ നമ്മളെന്ത് പറഞ്ഞാലും ചേച്ചി അത് പെട്ടെന്ന് വിശ്വസിക്കും. അപ്പം നമ്മൾക്കൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ രാശി അങ്ങനെയാണോ ചോദിച്ചിട്ട് ഇപ്പോൾ പാർലമെൻറ്റേറിയൻ എന്നുള്ളതിലേക്ക് സത്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾക്ക് ഒരാളുടെ ഭൂരിപക്ഷമല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കും. ഞങ്ങൾ ഒരു കാര്യവും LDF ഇഷ്ടപ്പെടുകയില്ല, കാരണം അവരെ കയ്യിലെന്തോ സാമ്രാജ്യമില്ല. അപ്പോൾ പലതും ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. ഭരണപക്ഷത്തിന് വേണ്ടി ഏറ്റവും നന്നായിട്ട് കുറച്ച് വാക്കുകളെ ഉപയോഗിക്കുകയുള്ളൂ. ഇപ്പം ഞങ്ങളൊക്കെ പ്രസംഗിക്കും പോലെ മണിക്കൂറോളം പ്രസംഗിക്കില്ല, പക്ഷെ വളരെ കാച്ചിക്കുറുക്കി നന്നായിട്ട്. പിന്നെ അവരുടെ 10-15 വർഷത്തുള്ള അനുഭവം ഉണ്ടല്ലോ, സിവിൽ സർവീസിൽ ഭരണകൂടത്തോടൊപ്പം മിങ്കിൾ ചെയ്തിട്ടുള്ള അനുഭവമുണ്ട്, നമുക്ക് ആർക്ക് കിട്ടാത്ത അനുഭവം. ആ അനുഭവം വളരെ വലുതാണ്. അശ്വിനി വൈഷ്ണവ്ജിയെ ഞാൻ അടുത്ത് ഒരു 2-3 തവണ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് ഞാൻ. പക്ഷേ അദ്ദേഹത്തെ 2 കാര്യങ്ങളാണ് നോട്ട് ചെയ്തത്. ഒന്ന്, ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. പിന്നെ അങ്ങ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ, ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നില്ല, പക്ഷേ അങ്ങേക്ക് ഇത്രത്തോളം കഠിനാധ്വാനം എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു? അദ്ദേഹം വളരെ നിശബ്ദമായിട്ട് നല്ല കഠിനാധ്വാനം ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ബോസ് ഞങ്ങളെക്കാൾ കൂടുതൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് തോന്നുന്നു ഡൽഹിയുടെ സമീപ പ്രദേശങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം താമസിക്കുന്നത്. അദ്ദേഹം ഡൽഹിയിലാണ്. അപ്പോൾ ഇടയ്ക്ക് അദ്ദേഹം അവിടെ പോകും. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങ് ഡൽഹി? അപ്പോൾ അവർ കുടുംബങ്ങൾ പറഞ്ഞു, അങ്ങ് പരമാവധി സമയം രാഷ്ട്രത്തിന് വേണ്ടി കൊടുക്കണം, എന്നിട്ട് നമുക്ക് മക്കളെ കാണുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നിട്ട് കാണാം. റൈറ്റ്. പിന്നെ വേറൊന്നും, ഒരു ട്രെയിൻ അപകടം ഉണ്ടായല്ലോ, ഒറീസയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒഡീഷ. ഇദ്ദേഹം അവിടെ റെയിൽവേ മിനിസ്റ്ററോടെ പോയിട്ട് 2 ദിവസം തുടർച്ചയായിട്ട്, ഞാൻ വിഷ്വൽസിൽ കണ്ട് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഒരുപക്ഷെ അദ്ദേഹം വസ്ത്രം പോലും മാറാനുള്ള സമയം കിട്ടിയ സംശയമുണ്ട്. അദ്ദേഹം ഒരു എഞ്ചിനീയർ കൂടെയാണല്ലോ, അദ്ദേഹം അവിടെ നിന്നിട്ട് അതിന് നേതൃത്വം കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഭാരതം. ഇങ്ങനെയൊക്കെ അധ്വാനം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആത്മവിശ്വാസം ഉള്ളത്. 2047 ലോകത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രമാകും. ജയശങ്കർജിയോടൊപ്പം 4 ദിവസം തുടർച്ചയായിട്ട് യാത്ര ചെയ്യുവാനും കൂടെ പ്രവർത്തനത്തിൽ ഏർപ്പെടുവാനുള്ള ഒരു അവസരം എനിക്കുണ്ടായി. അതായത് എനിക്കൊന്ന് ശ്രീലങ്ക ഇഷ്യൂ നടക്കുന്ന സമയത്താണ് അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിരുന്നത്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനൊക്കെ വളരെ മുൻപ് കുറേ തയ്യാറെടുപ്പുകളുടെ എല്ലാം പൊളിറ്റിക്കൽ പ്രോഗ്രാമായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ നിശ്ചയിച്ച 1-2 അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിശ്ചയിച്ച ഔദ്യോഗിക പരിപാടികൾ കഴിഞ്ഞു. ബാക്കിയെല്ലാം തന്നെ തിരുവനന്തപുരം BJPയുടെ ജില്ലാ കമ്മിറ്റി നിശ്ചയിച്ച പൊളിറ്റിക്കൽ പ്രോഗ്രാമായിരുന്നു. അന്ന് ജില്ലാ പ്രസിഡൻ്റ് ആയിരുന്നതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോടൊപ്പം കൂടുതൽ സഹകരിക്കാൻ, പ്രശ്നങ്ങൾ വലിയ നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ കേട്ടിട്ടുള്ള മാത്രം കാര്യങ്ങളാണ്. ആ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഒരിക്കലും ഇത്രയും വലിയ പ്രശ്നമാണ്, ഇപ്പോൾ എല്ലാം നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല, പക്ഷേ കൂടെ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങളൊക്കെ അറിയുമല്ലോ. ആ എക്സ്പീരിയൻസ് വളരെ സിമ്പിളായിട്ട്, വളരെ കൂളായിട്ട് അദ്ദേഹം നന്നായിട്ട് ഹാൻഡിൽ. പിറ്റേ ദിവസം മാധ്യമങ്ങൾ വാർത്ത അടുത്ത മണിക്കൂറിൽ വരുമ്പോഴാണ് ജയശങ്കർജി ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. പക്ഷേ ആ മൊമെൻറ്റുകൾ കുറച്ച് അടുത്ത് നിന്ന് എനിക്ക് കാണാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ തന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്ന, ഇന്ത്യൻ ഭരണകൂടത്തെ അടുത്തറിയുന്ന നിമിഷങ്ങളായിരുന്നു അതൊക്കെ. ഹിന്ദുത്വ, സനാതനധർമ്മ, ഈ ഒരു 2 ടേംസ് കേൾക്കുമ്പോൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്? അത് നമുക്ക് എങ്ങനെ ഒറ്റ വാക്കിൽ റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുന്നത്? ഇത് രണ്ടുമാണ്. ആൾക്കാർക്ക് ഭയങ്കര കേൾക്കുമ്പോൾ തന്നെ അയ്യോ നിങ്ങൾ അങ്ങനെയാണോ എന്ന് പറഞ്ഞ് തള്ളി നിൽക്കുകയാണ്. അപ്പം നമുക്കൊരു ചരട് പോലും ഇപ്പോൾ കൈ കെട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വേറൊരു കൂടുതലല്ലോ. ഇത് കുറച്ചു പേരുണ്ട്, നമ്മൾ അവരെ കണ്ടിട്ട് അതാണ് സമൂഹം എന്ന് പറയരുത്. ഇപ്പോൾ സ്റ്റാലിൻ്റെ മകൻ്റെയോ 4 സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് അതാണ് സമൂഹം എന്ന് വിലയിരുത്തല്ലേ. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെയോ LDFൻ്റെയോ CPMൻ്റെയോ 2 സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് അതിന് അങ്ങനെ വിലയിരുത്തരുത്. അവർ സ്വാഭാവികമായിട്ട് അവരുടെ സ്പേസ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് അവരുടെ വ്യാഖ്യാനത്തിനനുസരിച്ചിട്ടല്ലല്ലോ സനാതനധർമ്മവും ഹിന്ദുത്വം പോകുന്നത്. ഹിന്ദുത്വം ലോകം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാരതത്തിലുള്ള ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന തുടങ്ങിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്ലേ? സ്വാഭാവികമല്ലേ. ഈ അങ്ങ് പറഞ്ഞ തരത്തിലുള്ള പ്രതീതിയായിരുന്ന ഇന്ത്യ മുഴുവനും സ്റ്റാലിൻ്റെ മകൻ പ്രസംഗിച്ച പോലെ വരണ്ടേ? റൈറ്റ്.
ഇത് എവിടെന്നെങ്കിലും ഒരു ഒറ്റപ്പെട്ട ശബ്ദമല്ലേ വരുത്തുള്ളൂ. അതും അനുവദനീയമാണ് സനാതന ധർമ്മത്തിൽ. ഞാൻ പറയുന്നത് ഇക്കാര്യം പാകിസ്ഥാനിൽ പോയി പറഞ്ഞാലാ, പാകിസ്ഥാനിൽ പോയിട്ട് അവിടുത്തെ രീതികളെയോ ആശയത്തോ വിമർശിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റും? മറ്റൊരു രാജ്യത്ത് പോയാലോ? അപ്പോൾ അതും അനുവദനീയമാണല്ലോ സനാതന ധർമ്മത്തിൽ. കെ സുരേന്ദ്രൻ സുരേന്ദ്രൻജി മഞ്ചേശ്വരത്ത് നിന്ന് വലിയ നല്ല തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ ഒരു പ്രതിപക്ഷ മുഖം BJPക്ക് നൽകിയ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് കെ സുരേന്ദ്രൻജി. ഇപ്പോൾ കോവളം കൊട്ടാര സമരമായിരുന്നല്ലോ അത് യുവമോർച്ച പ്രസിഡൻ്റായിട്ട് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സമരങ്ങളിലൊന്നും. അതിനുശേഷം സന്തോഷ് മാധവൻ എന്നൊരു തട്ടിപ്പ് വ്യക്തി അന്നത്തെ ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങൾ ബോൾഡായിട്ട് പത്രസമ്മേളനം നടത്തി കേരളത്തിൽ പറഞ്ഞതിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനം അന്നേ ജനങ്ങൾ നൽകിയിരുന്നു. ഏറ്റവും നല്ലൊരു സമര നേതാവാണ്. BJP ഒരു സമര സംഘടനയാക്കി മാറ്റിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച അക്കാലഘട്ടം മുതൽ പങ്കുവഹിച്ച വ്യക്തി തന്നെയാണ് കെ സുരേന്ദ്രൻ. അതിപ്പോൾ കോവളം കൊട്ടാര സമരം മുതൽ ശബരിമല സമരം വരെ എടുത്തു നോക്കിയാൽ, അപ്പോൾ ആ രീതിയിൽ ഇടതുപക്ഷത്തിന് മാത്രമേ ചെയ്യാൻ കഴിയുമെന്ന് കേരളത്തിലെ ജനങ്ങൾ കുറേ പേരങ്ങ് വിശ്വസിച്ചിരുന്ന ഇതിനെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയിട്ട് അത് BJPയുടേതാക്കി മാറ്റാൻ. ഒരുപക്ഷെ കോർപ്പറേഷൻ ഞങ്ങളിപ്പോൾ മേയർന്നിരിക്കുമ്പോഴേക്കും ചുമതലയിലിരിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ നടത്തിയ സമരങ്ങളായിരുന്നു ഞങ്ങൾക്കിവിടെ എത്താൻ വേണ്ടി പ്രധാനമായിട്ടും പ്രേരണയായത്. അത് സുരേന്ദ്രൻജി അപ്ലൈ ചെയ്തൊരു ശൈലി ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ മാത്രമല്ല ഞങ്ങൾ ആ സമരം നടത്തുമ്പോഴേക്കും അദ്ദേഹമാണ് സംസ്ഥാന പ്രസിഡൻറ്റ്. ഞങ്ങൾക്ക് ഇന്ന് കോൺഫിഡൻസ് ചേർന്നല്ല. ഓരോ നിമിഷവും പതറിപ്പോകുന്നൊക്കെ തോന്നുമല്ലോ സമരരംഗത്ത് നിൽക്കുമ്പോൾ. അപ്പോഴേക്കും അങ്ങനെയല്ല, ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യണം. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഡൈനാമിക് ലീഡറാണ് അദ്ദേഹം. ഓക്കെ. നിർമ്മല സീതാരാമൻ. നിർമ്മലാജിയെ ഞാൻ ഓർക്കുന്നത് ഒരിക്കൽ കണ്ണൂർ നിർമ്മലാജി ഒരു യുവമോർച്ചയുടെ പരിപാടിക്ക് വരാൻ, ഞാൻ യുവമോർച്ചയുടെ പ്രസിഡൻ്റായിരുന്നു ഡിസംബർ 1-ന്. അപ്പോൾ നിർമ്മലാജിയെ വിളിക്കാൻ വേണ്ടി കൂട്ടാൻ വേണ്ടി ഞാൻ കണ്ണൂരിൽ നിന്ന് രാവിലെ പുഷ്പാർച്ചന കഴിഞ്ഞിട്ട് കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് വന്നു. കോഴിക്കോട് ഭയങ്കര ബ്ലോക്കായി, റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് പ്രതീക്ഷിച്ചതിനേക്കാളും 2 മണിക്കൂർ ലേറ്റായിട്ടാണ് എനിക്ക് എയർപോർട്ടിൽ എത്താൻ സാധിച്ചത്. ഞാൻ 2 മണിക്കൂർ ലേറ്റായിട്ട് അവിടെ എത്തുമ്പോഴേക്കും 2 മണിക്കൂർ ലേറ്റായി എന്ന് നിർമ്മലാജി ശ്രദ്ധിക്കുന്നത് ഞാൻ പറയുമ്പോഴാണ്. നിർമ്മലാജി അത്രത്തോളം അപ്പോൾ തന്നെ വന്ന ഉടനെ നിർമ്മലാജി കുറേ വർക്കുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഞാൻ വിചാരിച്ചു 2 മണിക്കൂർ. അന്ന് വക്താവാണ്, BJPയുടെ അഖിലേന്ത്യാ വക്താവാണ്. വളരെ ഡൈനാമിക്കായിട്ട് മാധ്യമങ്ങളിൽ നിന്ന് BJP പ്രതിപക്ഷത്തായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അപ്പോൾ നിർമ്മലാജി അപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. നിർമ്മലാജി വന്നിരുന്നു. അടുത്ത നിമിഷം മുതൽ തന്നെ നിർമ്മലാജിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു വ്യക്തിപരമായ നിർമ്മലാജിയുടെ ഡ്രസ്സിങ് തന്നെ നമുക്ക് കണ്ടറിയാമല്ലോ. നിർമ്മലാജിയുടെ ആ പ്രവർത്തനത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് അന്നുണ്ടായിരുന്ന സ്നേഹവും വാത്സല്യവും ഒക്കെ തന്നെ ഇപ്പോൾ ധനകാര്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെത്തുമ്പോഴും അന്ന് ഞങ്ങളോടൊപ്പമൊക്കെ പ്രവർത്തിച്ചിരുന്ന ഇതാണ് BJP. ഈ നേതാക്കന്മാരുടെ ഈ ഒരു ഹാർഡ് വർക്കിംഗ് നേച്ചറും പ്രവർത്തനത്തോടുള്ള ഈ അപ്രോച്ചും ഉണ്ടല്ലോ, അതാണ് നേരത്തെ അങ്ങ് ചോദിച്ചൊരു സ്ട്രോങ് തലമുറ നിലവിലുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരെയൊക്കെ സൃഷ്ടിച്ചെടുക്കും. സത്യം. സർ, കുമ്മന രാജശേഖരൻ. കുമ്മൻ രാജേട്ടൻ കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള അറിവ്, ഞാനിപ്പോൾ ഒരു ശില്പശാലയിൽ കേരളത്തിൻ്റെ ചരിത്രം അദ്ദേഹം, എനിക്ക് അന്നാണ് ഞാൻ ആ വിഷയത്തിലുള്ള ഒരു സർവകലാശാലയാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കി. അത് കേരളത്തിൻ്റെ ചരിത്രമാണ് അദ്ദേഹം കൈകാര്യം ചെയ്ത വിഷയം. ഞാൻ ഫ്രണ്ടിലിരിക്കുകയായിരുന്നു. 2 മണിക്കൂർ ഒരു സെഷൻ നീണ്ടുപോയി. എനിക്കൊന്ന് വൈകുന്നേരം 6 മണിക്ക് തുടങ്ങി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ചരൽക്കുന്നിൽ വെച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. ചരൽക്കുന്ന് പത്തനംതിട്ടയിലെ അവിടെ വെച്ചുള്ള ക്യാമ്പിലായിരുന്നു. അദ്ദേഹം തുടങ്ങിയത് മുതൽ തീരുന്നത് വരെ 2 മണിക്കൂർ ഒരു പേപ്പറോ ഒന്നും പരിശോധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു നോട്ട് പോലും ഇല്ല. പക്ഷേ നമ്മൾ കേരള ചരിത്രത്തിലൂടെ ഇങ്ങനെ നടന്നു പോയതുപോലെ തോന്നുന്ന തരത്തിലായിരുന്നു ഈ 2 മണിക്കൂറുള്ള അദ്ദേഹത്തിൻ്റെ അവതരണം. അത്രയും അവഗാഹമുള്ള ഒരു ലീഡറാണ്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ വിവിധ മേഖലകളുമായി ബന്ധമുള്ള നേതാക്കന്മാരിലാണ് ഒരാൾ മുമ്പനായിട്ട്. ഓക്കെ. ശോഭ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ്റെ പേര് താങ്കൾ ഇപ്പോൾ ഇത്രയും പേരിലോടൊപ്പം ചോദിച്ചത് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. ഓക്കെ, മനസ്സിലായില്ലേ? വളരെ പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി ഉൽപ്പന്നം നിൽക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് വളർന്നു വന്ന വനിതയായതുകൊണ്ട് തന്നെയാണ് ഈ വിൽ പവർ ഉണ്ടായിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ശോഭാ സുരേന്ദ്രൻ്റെ ഒരു പ്രസംഗം, ശോഭാ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തുന്നത് കേട്ടാൽ അത് കേട്ടോണ്ടിരിക്കാതെ ആരാ കേരളത്തിലുള്ളത്? പൊതുസമൂഹം, പൊതുരംഗം നിരീക്ഷിക്കുന്നവർ. ഇപ്പോൾ ഇതുമായിട്ടൊന്നൊരു ബന്ധമില്ലാത്തവരിപ്പം നമ്മൾ ആര് നടത്തിയാലും കേൾക്കുക. നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ എന്ന് വെച്ചാൽ പൊതുസമൂഹമായിട്ടൊരു ബന്ധമില്ലാത്തവർ. പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ
അങ്ങനെ സ്വീകാര്യതയുള്ള ലീഡറാണ്. ഒരു വനിതാ ലീഡർ എന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അത്തരത്തിലുള്ള ഒരു മാസ് ലീഡറാണ്. സർ, ഈ യൂണിഫോം സിവിൽ കോഡ് സ്വാഭാവികമായിട്ട് നമ്മുടെ രാഷ്ട്രത്തിന് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. രാഷ്ട്രമായി മാറണമെങ്കിൽ അത് വലിയ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് ഞങ്ങളുടെ പ്രഖ്യാപനങ്ങളിലൊന്ന് ഒന്ന് തന്നെയാണ്. ഓക്കെ സാർ, അതിൻ്റെ ആവശ്യകത എന്താണെന്നത് പലർക്കും മനസ്സിലായിട്ടില്ല. അപ്പം ഓരോരുത്തരുടെ അഭിപ്രായം പറഞ്ഞ് സാർ ഈ പറഞ്ഞ ഒറ്റപ്പെട്ടതായിരിക്കാം, എന്നാൽ ചില സമയത്ത് ഈ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ കേൾക്കാൻ ആൾക്കാർ അതും അംഗീകരിക്കാം. അപ്പോൾ വിവാഹ നിയമം ഈ രാജ്യത്ത് 2-3 നിയമം നിലനിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവും. ഈ രാജ്യത്ത് വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ നിയമമേ പാടുള്ളൂ. അതോടൊപ്പം തന്നെ സ്വത്ത് ഭാഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരൊറ്റ നിയമമേ പാടുള്ളൂ. അപ്പോൾ രാഷ്ട്രം എന്നുള്ള സങ്കല്പത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തൊരു നിയമം ഉണ്ടാവും. അത് തന്നെയാണ് അതിൻ്റെ അന്തസ്സ. അത് മനസ്സിലാകുമ്പോഴേക്കും കാര്യങ്ങൾ മാറിക്കും. സാർ, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സാർ വന്നതിന് ശേഷം ഒരു മാറ്റം, അതുപോലെ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഒരു മാറ്റം, ഇങ്ങനെ പറയുന്ന റിമാർക്കബിൾ ആയിട്ടുള്ള കുറച്ച് മാറ്റങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? എടുത്ത് പറയാവുന്ന മാറ്റങ്ങൾ പലതും നമുക്ക് അവർ കൊണ്ടുവന്നതാണെന്ന് അറിയാത്ത കുറേ മാറ്റങ്ങളുണ്ടല്ലോ. ജനങ്ങൾ അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവരുടെ ഒരു പദ്ധതി, കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതി കേരളത്തിൽ വരുമ്പോഴത്തേക്കും അത് കേരളത്തിലെ ഗവൺമെൻറ് പദ്ധതിയാക്കി മാറ്റുന്ന പോലത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അറിയാവുന്നവർക്ക് അത് അറിയാം, അല്ലെങ്കിൽ അതിൻ്റെ പുറകെ തേടി പിടിച്ചു പോകുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്രയും വർഷം മൂന്ന് പ്രസിഡൻസിൻ്റെ കീഴിൽ സത്യപ്രതിജ്ഞ ചെയ്ത് പ്രധാനമന്ത്രിയായിട്ട് വന്ന ആൾ എന്ന നിലയിൽ അദ്ദേഹം കൊണ്ടുവന്ന കാര്യങ്ങളിൽ അത് റിമാർക്കബിളായിട്ട് ഒരു 5-6 അല്ലെങ്കിൽ 10 പറയുകയാണെങ്കിൽ അതെന്തായിരിക്കും? അല്ലെങ്കിൽ അതുപോലെ രാജിയുടെ കാര്യം, ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. അതിലൂടെ പാവപ്പെട്ട കടത്തിണയിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വീട് കിട്ടുകയും അത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി ഒരുപക്ഷെ അത് BJPയുടെ രാഷ്ട്രീയ അടിത്തറ വർദ്ധിക്കുമല്ലോ എന്ന ആശങ്കയാണ് 2ാം ഘട്ടം പിണറായി വിജയൻ ഗവൺമെൻറ് അത് ഒപ്പിടാത്തത്. ഇപ്പോൾ ഞാൻ കോർപ്പറേഷൻ മേയറായതിനു ശേഷം ഞങ്ങൾ ആശങ്കപ്പെടുന്ന ഒരു കാര്യം, കേന്ദ്ര സർക്കാർ പണം തരാൻ തയ്യാറാണ്, സംസ്ഥാന സർക്കാർ തരേണ്ട വിഹിതവും അവിടെ ഉണ്ട്, കോർപ്പറേഷൻ കൊടുക്കേണ്ട വിഹിതവും ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ ഒരു രാഷ്ട്രീയ വിയോജിപ്പ് കൊണ്ട് കരാറിൽ ഒപ്പിടുന്നില്ല, അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വീട് കിട്ടുന്നില്ല. എന്നാൽ അവർക്ക് അർഹതപ്പെട്ട പണം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് കൊണ്ട് സമൂഹത്തിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണത്. 2 ജൽജീവൻ മിഷൻ, ഒരു പണച്ചെലവും ഇല്ലാതെ വീട്ടിൽ പൈപ്പിട്ട് കൊടുത്തിട്ട് വെള്ളം എത്തിക്കുക എന്ന് പറയുമ്പോഴേക്കും, അതോടൊപ്പം തന്നെ ആയുഷ്മാൻ ഭാരത്, കിസാൻ സമ്മാൻ നിധി, പിന്നെ മുദ്രാ ലോൺ. മലപ്പുറം ജില്ലയിൽ BJP ഏറ്റവും വോട്ട് കുറഞ്ഞ മണ്ഡലങ്ങളുള്ള ജില്ലകളൊന്നാണല്ലോ മലപ്പുറം. ആ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മുദ്രാ ലോൺ എടുത്തിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ കിസാൻ സമ്മാൻ നിധി. അപ്പോൾ മലപ്പുറം ജില്ല BJP ഗവൺമെൻറ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഇടതുപക്ഷവും UDF ഒക്കെ തന്നെ പ്രചരിപ്പിച്ചിരുന്നു. അവരോട് ഞങ്ങൾ പറയുന്നത് BJPക്ക് ഏറ്റവും വോട്ട് കുറഞ്ഞ, എന്നാൽ BJPക്ക് ന്യൂനപക്ഷ സമുദായം ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കിസാൻ സമ്മാൻ നിധിയും മുദ്രാ ലോണൊക്കെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെയും ഞങ്ങളുടെ ആശയത്തിൻ്റെയും പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. ഈ യൂത്തിനോട്, വിമണിനോട് അങ്ങനെ കുറച്ച് നമ്മളിപ്പോൾ എസ്പെഷ്യലി യൂത്തിനോട് സാറിന് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമ്മുടെ ഊർജം നമ്മുടെ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി പ്രയോജനപ്പെടുത്തുക. സ്വാഭാവികമായിട്ടും രാഷ്ട്രം വളരുന്നതിലൂടെ വ്യക്തികളും വളരണം. വ്യക്തികൾക്ക് വികാസം ഉണ്ടാവണം, നമുക്ക് ഓരോ വ്യക്തിക്കും വികാസം ഉണ്ടാവണം കാലാനുസൃതമായിട്ട്. ആ വികാസം രാഷ്ട്രത്തിൻ്റേതായിട്ട് പ്രതിഫലിക്കണം. നമ്മുടെ രാജ്യത്ത് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും സൗകര്യം. ഇപ്പം ഞാൻ എൻ്റെ കാര്യം നോക്കി വിദേശത്ത് പോയി ജീവിക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ രാഷ്ട്രത്തെ തന്നെ മികച്ചതാക്കി മാറ്റിയിട്ട് നമ്മളെല്ലാ സൗകര്യത്തോടും കൂടി ഈശ്വരൻ അനുവദിച്ചു തന്ന ആയുസ് ഇവിടെ ജീവിക്കാൻ തീരുമാനിക്കുക. മറ്റൊന്ന്, ഞാൻ പല പ്രസംഗങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി മാസങ്ങളോളം യാത്ര ചെയ്താണ് വിദേശികൾ ഭാരതത്തിലെത്തിയത് പണ്ട്. അപ്പോൾ അവരുടെ രാജ്യത്തുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട എന്തൊക്കെയോ ഭാരതത്തിലുണ്ടായിരുന്നുകൊണ്ടാണല്ലോ അന്ന് ഇവിടെ വന്നത്. അവരുടെ രാജ്യത്തെക്കാൾ ദരിദ്രനാരായണന്മാരുടെ രാഷ്ട്രമായിരുന്നു ഭാരതമെങ്കിൽ അവർ ഇത്ര റിസ്ക് എടുത്ത് ഇവിടെ വരില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു ഭാരതം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ. ഇപ്പോൾ ബ്രിട്ടീഷുകാരെയോ ഫ്രഞ്ചുകാരെയോ ഡച്ചുകാരെയോ പോർച്ചുഗീസുകാരെയോ മുഗളന്മാരെയോ ഒക്കെ തന്നെ ആകർഷിക്കാൻ തരത്തിലുള്ള എന്തൊക്കെയോ ഭാരതത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അത് തേടിയാണല്ലോ അവരോട് വന്നത്. അപ്പോൾ അത്രയും മികച്ച രാഷ്ട്രമായിരുന്ന ഭാരതത്തിൽ നമുക്കെന്തിന് ആത്മവിശ്വാസക്കുറവ്? നമുക്കതെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ, അതൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്.
അതൊരുപക്ഷെ സംസ്കാരമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ, ഒരുപക്ഷെ അറിവായിരിക്കാം, ഒരുപക്ഷെ സമ്പത്തായിരിക്കാം. അതൊക്കെ ഇപ്പോഴും ഭാരതത്തിലുണ്ട്. അതിനെ നമ്മൾ കൃത്യമായിട്ട് സംരക്ഷിച്ച് കാലാനുസൃതമായി വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തിപ്പോയാൽ ലോകത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഭാരതത്തിന് സാധിക്കും. അതുപോലെ തന്നെ തെരുവ് നായ്ക്കളെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ തെരുവ് നായ്ക്കളെ നമ്മൾ കൊണ്ടുപോയി കൊല്ലുന്നു എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ അതിലിനിപ്പോൾ എന്ത് പറയാനാണെന്ന് ഒരാൾ ചോദിച്ചു എന്നോട്. അതിൽ പ്രത്യേകിച്ച് നമ്മളൊന്നും അപ്പോൾ ശരിക്കും സാറ് തെരുവ് നായ്ക്കളെ കൊല്ലുകയല്ല ചെയ്തത്. അല്ല, അതിപ്പോൾ ഈ പറയുന്നവരോടെല്ലാവരോടും ആൻസറബിൾ അല്ല ഒരു ഭരണസമിതി. ഭരണസമിതി ജനങ്ങളോട് ആൻസറബിളാണ്. ഞാൻ പറയുന്നത് സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണം, ജനങ്ങളോട് ആൻസറബിളാണ്. ഈ വിമർശിക്കുന്ന എല്ലാവരോടും ഉത്തരം പറയാൻ നമുക്ക് സമയമൊന്നുമില്ല, നമുക്ക് വേറെ ഒരുപാട് ജോലിയുണ്ടല്ലോ. പക്ഷേ ഭരണഘടനാ സംവിധാനങ്ങളോട്, ഇപ്പോൾ ഗവൺമെൻറ് സംസ്ഥാന സർക്കാരിനോട് ഉത്തരം പറയാൻ ബാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കോടതികളോട് ഉത്തരം പറയാൻ ബാധ്യതയുണ്ട്, ജനങ്ങളോട് ഉത്തരം പറയാൻ ബാധ്യതയുണ്ട്. അതാത് ഘട്ടങ്ങളിൽ നമ്മളത് പറയാറുണ്ട്. പിന്നെ തെരുവ് നായ്ക്കളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ തെരുവ് നായ്ക്കളെ തെരുവിൽ നിന്നും മാറ്റി പാർപ്പിക്കണം എന്നുള്ളത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്, കോടതിയുടെ ഉത്തരവാണ്. അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് തന്നെയാണ് ഈ ഭരണസമിതി വോട്ട് തേടിയിട്ടുള്ളത്. ഞങ്ങൾ ഷെൽട്ടറിൽ അവയെ പാർപ്പിക്കും എന്ന് പറഞ്ഞ് തന്നെയാണ് വോട്ട് തേടിയിട്ടുള്ളത്. അതിനും കൂടി തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. ഇത് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോഴേക്ക് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളത് പറഞ്ഞിട്ട് എത്ര ദിവസത്തിനകം ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ കൃത്യമായിട്ട് 50 എണ്ണത്തിന് ഞങ്ങൾ ഇന്ന സ്ഥലത്തുകൊണ്ട് പാർപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് മാധ്യമപ്രവർത്തകർ എന്ത് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും അവിടെ വരാം, അതിനെ കാണാം. ഇപ്പോൾ കൊണ്ടുപോയത് അവിടെ ഉണ്ട്. അതിന് പരമാവധി മികച്ച സൗകര്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏത് കോടതിക്ക് ഏത് സമയം പരിശോധിക്കാം, ഏത് സംസ്ഥാന സർക്കാരിനും പരിശോധിക്കാം. സംസ്ഥാന സർക്കാർ പരിശോധിച്ചു, കൃത്യമായിട്ട് വളരെ ശാസ്ത്രീയമായിട്ടാണ് പരിപാലിക്കുന്നതെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ കത്ത് ഞങ്ങൾക്ക് തന്നു. ആ ഷെൽട്ടറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആരെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അതിനെ തടയണമെന്ന കത്തിലുണ്ട്. ഇതിലപ്പുറം ട്രാൻസ്പെറൻ്റായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഞങ്ങളിനി ബാക്കി കൂടുതൽ സ്ഥലം തേടുകയാണ്. ആ സ്ഥലങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ അക്രമകാരികളായിട്ടുള്ള സുപ്രീം കോടതി ഉത്തരവനുസരിച്ചുള്ള മേഖലകളിൽ നിന്നും മറ്റുള്ളതിനെ അങ്ങോട്ട് മാറ്റും. ഓക്കെ, താങ്ക് യു.